ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വീട്ടുവിശേഷങ്ങൾ സൈത. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം നമ്മളിതാ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഗുരുവായൂർ അമ്പലത്തേക്ക് ഒരു 3 കിലോമീറ്ററൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായി പോകാൻ പറ്റാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അമ്പലത്തിൽ പോയി ഭഗവാനെ പ്രാർത്ഥിച്ച് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാം എന്നുള്ളൊരു ചെറിയൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ പോണത്. ഇപ്പോൾ ഏകാദശി വിളക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും നമ്മൾ നേരം കണ്ടെത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് പോണത്. അപ്പോൾ അവരെന്നെ കൊണ്ടുപോകണില്ല കേട്ടോ. അപ്പോൾ അവരുണ്ട് വെച്ചെങ്കിൽ ക്യൂലൊന്നും നിൽക്കില്ല അധികം, പിന്നെ കരച്ചിലും ബഹളമൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് അവരെന്നെ വീട്ടിൽ തന്നെ ഇരുത്തിയിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ കുറേ നാളായില്ല, കുറച്ച് പരിഭവമൊക്കെ ഉണ്ടായിരുന്നു ഭഗവാനോട്. അപ്പോൾ അതൊക്കെ ഒന്ന് തീർക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വെണ്ണയും അതുപോലെ തന്നെ നമ്മൾ താമരമുട്ടും ഈ ഒരു പട്ടും കദളിപ്പഴമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അതാ നമ്മളിതാ വെണ്ണയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോണത് ക്യൂവിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ചെരുപ്പും ഫോണൊക്കെ അവിടെ കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ പോയാൽ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, ആളെ ഓടുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു മണിക്കൂർ കഷ്ടി നിന്നിട്ടുണ്ടാവും ക്യൂവിൽ. അത് കഴിഞ്ഞിട്ട് ഉള്ളിലൊക്കെ കയറി അധികം തിരക്കൊന്നും ഇല്ലാണ്ട് നല്ല പോലെ കാണാനൊക്കെ പറ്റിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്യൂ എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള വരിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ജനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ടൊക്കെയാണ് ഈ ഒരു ലൈൻ വന്നത്. അപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങളിതാ ഇതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അപ്പോൾ എന്തായാലും നമ്മളിത് കാത്തു നിന്നിട്ട് കഴിക്കാം എന്നുള്ള പരിപാടിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ആളൊക്കെ വന്നു. നിന്നിട്ട് കാര്യമില്ല, ഫുഡൊക്കെ ചിലപ്പോൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ തൊട്ടടുത്തെത്തി. അപ്പോൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിന്നു കേട്ടോ. അപ്പോഴാണ് ആനയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ നമുക്കിതാ ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബാക്കിൽ നിൽക്കുന്ന 2 പേർക്കും കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അവർ ക്ലോസ് ചെയ്തു. അപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് ഇവിടെ നല്ല മോര് കൂട്ടാനും കായപ്പേരിയും നെല്ലിക്കച്ചാറൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു ഭഗവാന്റെ പ്രസാദം ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു അത്താഴപൂജ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രസാദമാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളിനി പാൽപ്പായസം വാങ്ങാൻ വേണ്ടിയിട്ട് പോകാനുണ്ടാവും. പാൽപ്പായസം ഒരു 8-8:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ എന്തായാലും കിട്ടില്ല, എന്നാലും ഒന്ന് വെറുതെ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് പോയപ്പോഴാണ് അവിടെ ബാക്കിയുള്ള മോരുകറി എല്ലാവർക്കും ഇങ്ങനെ വിളിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളതിനും വിളിച്ചിട്ട് ഞങ്ങൾക്ക് തന്നു കേട്ടോ. അപ്പോൾ വേഗം പോയി ഒരു ഡപ്പയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ മോരുകറിയൊക്കെ ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ മോരുകറി കുറച്ചുകൂടി കിട്ടിയെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടി. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ.